രാവിലെ 7 മണിക്ക് തന്നെ കാട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്നും കാപ്പുകാട് ബസ്സിന് അവിടെ എത്തി. നിറയെ മറ്റു സ്കൂളിൽ നിന്നും വന്ന കുട്ടികൾ 60 രൂപക്ക് ടിക്കറ്റ് എടുത്തു. ആണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വലിയ ആനകളുടെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ നിർമ്മിച്ച കുങ്കിയാന സോമൻ ഒരു കാലത്ത് കേരള ഫോറസ്റ്റുകളിൽ കാട്ടാനകളെ പിടിക്കാൻ നിയോഗിക്കപ്പെട്ട ആന കൊമ്പ് മുറിച്ചിട്ടുണ്ട് എന്നും പ്രൗഢിയോടെ അത് നടക്കുന്ന ഒരു കാഴ്ച വിസ്മയകരം തന്നെയാണ്. ഇനിയിലിപ്പോൾ 4 ആനകൾ മാത്രമുള്ളത്. ഇവിടെ 15ലധികം ആനകൾ ഇവിടെയുണ്ട്. രാവിലെ 8 മണിക്ക് തന്നെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ആനകളുടെ ഒരു വാമപ്പ് 8 മണി മുതൽ 9 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആനകൾ നടക്കുന്ന കാഴ്ച. അത് കഴിഞ്ഞ് ആനകളുടെ കുളി. നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ് പിറകിൽ കാണുന്നത്. നെയ്യാർ, പേപ്പാറ, കുളത്തൂപ്പുഴ വന്യജീവി സങ്കേതങ്ങൾ ഉൾപ്പെട്ട സ്ഥലമാണ് കോട്ടൂർ എക്കോ ടൂറിസം. 2 ട്രെക്കിംഗ് പ്രോഗ്രാമും ഉണ്ട്. ഏകദേശം ആനയൂട്ട് 11 മണിയോടുകൂടി കഴിയുന്നതോടുകൂടി ഇവിടെ സമാപനം കുറിക്കും. കുട്ടികൾ നിർബന്ധമായും കാണേണ്ട ഒരു സ്ഥലമാണ് കാപ്പുകാട് അഥവാ കോട്ടൂർ എലിഫൻ്റ് എക്കോ ടൂറിസം സെൻറ്റർ, എലിഫൻ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഏതായാലും യാത്ര അന്ന് മനോഹരമായി ആസ്വദിച്ചു എന്ന് പറയാം.